ഒരു ബസ് യാത്രയിൽ തുടങ്ങി ഒരു ജീപ്പ് യാത്രയിൽ അവസാനിക്കുന്ന ഡയറി കുറിപ്പുകളാണോ യാത്രാ വിവരണമാണോ എന്ന് സംശയിപ്പിക്കുന്ന അതിമനോഹരമായൊരു നോവലാണ് ശ്രീ തലച്ചങ്ങാട് ബാബുവിൻ്റെ കുടകിടയർ. ഒരു വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് കണ്ണൂരിൽ നിന്നും മഞ്ജുനാഥ ബസ്സിൽ കയറി യാത്ര ആരംഭിക്കുന്ന സുരേഷും പ്രമോദും കൂട്ടുപുഴ പാലം കടന്ന് മെതിയടിപ്പാറയുടെ അരികിലൂടെ മഞ്ഞും തണുപ്പും കണ്ടും അറിഞ്ഞും കുടകിലുള്ള ബാളുപേട്ടയിലെ കുരുമുളക് തോട്ടത്തിലെത്തുന്നതും അവിടെ 3 മാസക്കാലം പാറാവ് ജോലി ചെയ്യുന്നതും ശേഷം ഒരു ജീപ്പിൽ പെരുവമ്പാടി ചുരമിറങ്ങി തിരികെ പോരുന്നതുമാണ് കുടകിടയറിയിലേക്ക്. കർണാടകയിലുള്ള ബാളുപേട്ടയിലെ കുടകുമലയിൽ കുരുമുളക് തോട്ടത്തിൻ്റെ പാറാവുകാരായി എത്തുന്ന പ്രമോദും സുരേഷുമാണ് പ്രധാന കഥാപാത്രം. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായ കുമാരേട്ടനും കൂടുന്നു. ഇവരിലൂടെയാണ് കുടകിലെ സാമൂഹ്യസ്ഥിതി എഴുത്തുകാരൻ വരച്ചിടുന്നത്. സൗക്കാർമാരെന്ന അധികാരവർഗത്തിനു കീഴിൽ തലതാഴ്ത്തി നിൽക്കുന്ന, അടിമപ്പണി ചെയ്യുന്ന കുറേ മനുഷ്യർ യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെ, വിശ്രമമില്ലാതെ, പരിഗണനയില്ലാതെ, എന്തിനു പറയുന്നു, മര്യാദയ്ക്ക് കൂലി പോലുമില്ലാതെ പണിയെടുക്കാൻ വരും. പ്രമോദും സുരേഷും തങ്ങളുടെ ജോലിക്കിടയിൽ ആനയുടെ മുമ്പിൽപ്പെട്ടതും കള്ളനെ പിടിക്കാൻ ഓടിയതും ചന്തയിൽ പോയതും എന്ന് തുടങ്ങി സുരേഷിൻ്റെ തണുത്തുറഞ്ഞ പ്രണയം വരെ വളരെ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. തൻ്റെ മകൾ കാവേരിയെ ചികിത്സിക്കാൻ പണമില്ലാതെ കള്ളനാകേണ്ടി വന്ന രാജുവണ്ണൻ എന്ന അച്ഛൻ ഏതൊരാളുടെയും കരണിലിയിപ്പിക്കുന്ന കഥാപാത്രമാണ്. കാവേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം കുരുമുളക് തോട്ടത്തിൽ കുഴിച്ചിട്ടത്. താനും ഒപ്പം പണിയെടുത്താൽ അച്ഛൻ സൗക്കാരുടെ കടം വേഗം വീട്ടാം, എന്നിട്ട് മറ്റൊരിടത്തേക്ക് ചേക്കേറാമെന്ന സ്വപ്നം കാണുന്നു. പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കന്നഡ ഭാഷയുടെ പ്രയോഗമാണ്. ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മുടെ വായനയെ ഭാഷ വലയ്ക്കുന്നില്ല എന്നതാണ് സത്യം. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് കുമാരൻ എന്ന കഥാപാത്രത്തിൻ്റെ വരവോടെയാണ് വായനയുടെ രസവും കൂടുന്നത്. പ്രണയം തോന്നുക എന്നത് സ്വാഭാവികമാണ്. ആർക്കും ആരോടും എന്തിനോടും പ്രണയം തോന്നും. ഇവിടെ സുരേഷിന് കാവേരിയോട് തോന്നുന്ന പ്രണയം തുറന്നു പറയാനുള്ള സാഹചര്യം കിട്ടാതെ ആ തണുപ്പിൽ തണുത്തുറഞ്ഞ് ഉള്ളിലിട്ടുകൊണ്ടാണ് നാട്ടിലേക്ക് വണ്ടി കയറുന്നത്. സുരേഷും പ്രമോദും കുമാരേട്ടനും കൂടി നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കാഴ്ചകൾ കാണിച്ച് വിസ്മയിപ്പിച്ചും പ്രണയക്കുളിരേകി കുടകിൻ്റെ ചുരമിറങ്ങുമ്പോൾ ഓരോ ചെറുതും വലുതുമായ സംഭവങ്ങളും മനസ്സിലൂടെ കൊള്ളിയാൻ കണക്ക് പാഞ്ഞു. ഇനിയൊരു വരവുണ്ടാകും. ആ തൊഴിലാളികൾക്ക് എന്നായിരിക്കും ശാപമോക്ഷം കിട്ടും. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും പലരും പലരുടെയും അടിമകളാണ്. അവർക്ക് അടുത്ത കാലത്തെങ്ങാൻ ഒരു മോചനമുണ്ടാകും. ജാതി, മതം, വിശ്വാസം, നിറം, തൊഴിൽ, ഇതിലൊക്കെയുള്ള വിവേചനാധിഷ്ഠിതമായ മനസ്സ് ഒരു കാലത്തും മനുഷ്യനിൽ നിന്ന് പോകില്ല. അതിൽ നിന്നെല്ലാം മോചിതനായി എന്ന് മനുഷ്യനാകുന്നുവോ അതായിരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവം.